ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വറുക്കാനായിട്ട് ചക്ക എടുക്കുമ്പോൾ അത്യാവശ്യം മുള്ളൊക്കെ വിരിഞ്ഞ് മൂത്ത ചക്ക തന്നെ എടുക്കാം. കക്ക് ചക്ക കൊണ്ട് നമ്മൾ ചക്ക വറുത്തത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, കരിഞ്ഞു പോകും പെട്ടെന്ന്. അതുപോലെ തന്നെ 3 ദിവസത്തിനുള്ളിൽ പുളി വയ്ക്കാൻ സാധ്യതയുള്ള ചക്കയാണെന്നുണ്ടെങ്കിലും വറുത്ത് കഴിഞ്ഞാൽ മുറുകി കിട്ടില്ല കേട്ടോ. ഇനി നിങ്ങൾ വറുക്കുന്നത് മഴക്കാലത്താണ്, ചക്കയിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. 2-3 ചക്ക ഒന്ന് വറുത്ത് നോക്കിയിട്ട് മുറുകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വറുക്കാവുള്ളൂ കേട്ടോ. ഇനി വളരെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, എല്ലാ ചക്കയും നമുക്ക് വറുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ പ്ലാവിലുള്ള ചക്ക വറുക്കാൻ പറ്റിയതാണോ എന്ന് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യണം. ഇന്ന ഇനത്തിൽപ്പെട്ട ചക്കയാണ് വറുക്കുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ ഈ ഭാഗത്ത് കൂടുതലായിട്ട് പൈപ്പില ചക്കകളാണ് വറുക്കാൻ പറ്റിയത് കിട്ടി വരുന്നത്. എന്നാലും വരിക്ക ചക്കകളും വറുക്കാൻ പറ്റിയതുണ്ട് കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടില് വരിക്ക ചക്ക വറുക്കുന്നതുണ്ട്. അതുപോലെ ഞങ്ങളുടെ വീട്ടില് 2 പ്ലാവ്, ഒന്ന് പൈപ്പിലാവ്, ഒന്ന് നവരിക്ക, രണ്ടും വറുക്കുന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന ഇനത്തിൽപ്പെട്ട ചക്കയെ നമുക്ക് വറുക്കാൻ പറ്റുള്ളൂ, ഇന്ന ഇനത്തിൽപ്പെട്ടത് വറുക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ചക്ക വറുക്കാൻ പറ്റിയതാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് 2-3 ചുളയെടുത്തൊന്ന് വറുത്ത് നോക്കേണ്ടി വരും. ഇങ്ങനെ വറുത്ത് നോക്കുമ്പോൾ മൂത്ത ചക്ക തന്നെ എടുത്ത് വറുത്ത് നോക്കാം കേട്ടോ, എന്നാലും അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വറന്ന് കിട്ടും. എന്നാലും അത് പിന്നീട് തണുത്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിറ്റേന്ന് വരെ നോക്കാം കേട്ടോ. പിറ്റേന്നായിട്ടും അത് വറുത്ത് കൊരിയത് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്, തണുത്തൊന്നും പോയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചക്ക വരുന്ന പ്ലാവിലെ എല്ലാ ചക്കയും വറുക്കാവുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വറുക്കാൻ എപ്പോഴും ഫ്രഷ് ചക്കകൾ എടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച വാടിയ ചക്കയൊന്നും വറുക്കാൻ പറ്റില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വറുക്കാൻ പറ്റിയ ചക്കയാണത്. ചുളയെ കൊഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ചുള സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതിന്റെ ഞാവണിയൊക്കെ ആദ്യം കളയണം. എന്നിട്ട് 2ആയിട്ട് പിളർത്തണം കേട്ടോ. കത്തി വെച്ച് ചക്കയുടെ കടഭാഗത്തുനിന്ന് താഴത്തേക്ക് പിളർത്താന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് പിളർന്ന് കിട്ടും കേട്ടോ. ഒടിയൊന്നും ചെയ്യില്ല. കുരും ചുളയൊക്കെ മാറ്റിയ ശേഷം നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇതിന്റെ കടയും വാലും വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നടുഭാഗമാണ് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ചക്ക വറുത്തിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കടയും തലം പെട്ടെന്ന് മുറുകെ കിട്ടും. നടുഭാഗം മുറുകാനായിട്ട് ഇച്ചിരി അധികം സമയം എടുക്കും കേട്ടോ. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ചക്ക നന്നായിട്ട് മുതുകാട്ടോ. വൈകിട്ട് ആകുമ്പോഴത്തേനും പൊളിക്കാൻ സാധ്യതയുള്ള ഒരു ചക്കയാണ്. അതുകൊണ്ടാണ് കടയും തലം വെട്ടി മാറ്റിയിട്ട് നടുഭാഗം മാത്രം നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത്. നടുഭാഗം ഇച്ചിരി അധികം സമയം എടുത്ത് വറുത്ത് കോരണം. ഈ കടയും തലം വെട്ടി മാറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലുത്താനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് വറുത്തും കോരാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിതിപ്പോൾ വറുത്ത് കോരാം കേട്ടോ. വറുത്ത് കഴിയുമ്പോൾ കാണാൻ ഭംഗി ഇങ്ങനെ അരിയുന്നതാണെങ്കിലും എനിക്കിഷ്ടം തലയും വാലും കളയാതെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വറുത്തുന്നതാട്ടോ. അതിന്റെ കടയും പാലും ഇങ്ങനെ മുറുകി ഇങ്ങനെ ഇരിക്കും. അത് അങ്ങനെ കടിച്ചു തിന്നാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ അത് ഒത്തിരി മൂത്ത ചക്ക ആയതുകൊണ്ട് മാത്രം കേട്ടോ കടയും തലേനെ വെട്ടി മാറ്റിയിട്ട് നടുഭാഗം വേറെ അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചക്ക വറുത്തതിലേക്ക് വേണ്ട ഉപ്പ് വെള്ളം റെഡിയാക്കാം. അതിനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള ചക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി വേണമെന്നില്ല കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. അതിനുശേഷം ചക്ക ഇട്ട് കൊടുക്കാം. കടയും വാലും സെപ്പറേറ്റ് അരിഞ്ഞെടുത്തുള്ളൂ, അതാണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ വറുക്കാൻ എപ്പോഴും നല്ലത് വിറകടുപ്പ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വറുക്കാം. എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ ചൂടും കിട്ടും, നല്ല ചൂടും ഉണ്ടാവും. നന്നായിട്ട് മൂത്ത ചക്ക ആയതുകൊണ്ട് ഇത് വറന്ന് കിട്ടാൻ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. എന്ന് വിചാരിച്ച് നിങ്ങൾ കക്ക് ചക്ക എടുത്ത് വറക്കാൻ നിൽക്കരുത് കേട്ടോ. മൂത്ത ചക്കക്കാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തീയ് ഹൈയിൽ തന്നെ ഇടാം കേട്ടോ, നല്ല തീയ് തന്നെ ഇടാം. ഇട്ടുണ്ടെങ്കിൽ പോവരുത് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. തീയ് ഗ്യാസ് അടുപ്പത്തിൽ വയ്ക്കുന്നുണ്ട് പലർക്കും പല ചൂടായിരിക്കും, സൈഡിലേക്കൊന്നും അത്ര ചൂടുണ്ടാവില്ല. അതുകൊണ്ട് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കുക. ഇതുപോലെ ഒന്ന് കിളിഞ്ഞ് തുടങ്ങുമല്ലോ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇങ്ങനെ മുറുകി തുടങ്ങുന്ന ആ ഒരു സമയത്താണ് മഞ്ഞളും ഉപ്പും ചേർന്ന് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് വെള്ളം ഒഴിച്ചെടുത്ത ശേഷം വീണ്ടും സോഫ്റ്റ് ആയി പോകും കേട്ടോ, തളർന്നു പോകും. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വീണ്ടും നന്നായിട്ട് മുറുകി വരും. ആ ഒരു സമയത്താണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. എണ്ണയിൽ നിന്ന് കോരി ഒരു സ്ട്രെയിനറിലേക്കും എന്തെങ്കിലേക്കും ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചക്ക വറുത്തത് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ചക്ക നന്നായിട്ട് മുറുകി വരുന്ന സമയത്ത് മഞ്ഞൾ ഉപ്പും ചേർന്ന ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം വറുത്ത് കോരിയില ഉപ്പ് നോക്കിയിട്ട് അടുത്തതിൽ ഉപ്പ് കൂട്ടണോ കുറക്കണോ എന്നൊക്കെ തീരുമാനിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തത് വീഡിയോയിൽ റെക്കോർഡ് ആയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചീറി വന്നു, പിന്നെ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് മുറുകി നല്ല ക്രിസ്പി ആയിട്ട് വരും. ആ ഒരു സമയത്താണ് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ചക്ക വറുത്തതിന്റെ ഈ റെസിപ്പി ഇവിടെ അവസാനിക്കുകയാണ്. വളരെ എളുപ്പമാണ്, ആർക്കാണെങ്കിലും ഉണ്ടാക്കുക. ചക്ക വറുക്കാൻ പറ്റിയതായിരുന്നാൽ മതി. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു.